സൂപ്പർ. എനിക്ക് കളർ ഇഷ്ടമില്ല. ഹായ് ഗൈസ്, എല്ലാവർക്കും നല്ല നമസ്കാരം. അപ്പം ഞാൻ ഒരു പ്രിപ്പയർഡല്ല എന്ത് ചെയ്യണം എന്തെടുക്കണം എന്നുള്ളത്. കാരണം ഞാനിപ്പോൾ ഉള്ളത് ദുബായിൽ കറാമയിലാണ്. പിന്നെ ഷിങ്കുമില്ല, ആരുമില്ല, ഫാമിലി ആരുമില്ല. അളിയനുണ്ട്, അളിയനാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ മാസം ഇതേ ദിവസം, അതായത് സെപ്റ്റംബർ 30 എൻ്റെ കയ്യിലുണ്ടായിരുന്ന 16 Pro Max ഞാൻ കൊടുത്ത്. അന്ന് തന്നെ ഒരു ആഗ്രഹമായിരുന്നു പുതിയ വെർഷൻ 17 Pro Max എടുക്കണം എന്നുള്ളത്. ഇത് അഹങ്കാരമല്ല കേട്ടോ. കുറേ പേര് പറയും പൈസേൻ്റെ ഹുങ്കാണെന്നുള്ളത്. പൈസേൻ്റെ ഹുങ്കല്ല. ആസ് എ യൂട്യൂബർ എൻ്റെ ജോലി ഇതാണ്, വീഡിയോ എടുക്കൽ എന്നുള്ളത്. ഇപ്പം വൈഫിൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു 17 Pro Max എടുക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. 512 GB. അപ്പോൾ നമ്മൾ കറാമയിൽ വന്നിരിക്കുന്നത്. കറാമയിൽ ഏത് ഷോപ്പിലാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺസി അല്ലേ? ഫോൺസി. ഇത് മിസ്റ്റർ അജ്നാസ് അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ മൂപ്പര ഷോപ്പിലാണ് തന്നെ. ഒന്നിവിടെ ഉണ്ട്, ഒന്ന് തൊട്ട് അപ്പുറത്തും ഉണ്ട്. അപ്പം ബെസ്റ്റ് റേറ്റ് തന്നതിപ്പം പുള്ളിക്കാരനാണ്. അത് വേറൊരു കളി ഉണ്ട് ഇതില്. ബെസ്റ്റ് റേറ്റ് ആണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ പറയാം. സോ അപ്പം ഞാൻ എടുക്കാൻ വിചാരിച്ചത് ആ സിൽവർ ഏരി ഒരു നീലയും കാലിയല്ലേ അത് തന്നായിരിക്കട്ടെ. ഓറഞ്ച് അല്ല, ഓറഞ്ച് അല്ല, ബ്ലൂ. നമുക്ക് ഇത് പ്രോയാ ഇല്ല മാക്സാ? പ്രോ. നമുക്ക് 3 കളറേ ഇപ്പോൾ വരുന്നുള്ളൂ. ഒന്ന് ബ്ലൂവും, ഒന്ന് സിൽവറും, ഒന്ന് ഓറഞ്ചും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഫോൺ ഇറങ്ങിയ മുതൽ ബ്ലൂ ആയിരുന്നു. ഇന്നലെ വരെ കേട്ടോ, ഇന്നലെ വരെ ഞാൻ ബ്ലൂവിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ ഞാൻ മറ്റേ ഇവിടുത്തെ ഒരു യൂട്യൂബറില്ലേ, എമറാത്തി കാലിദ്. ആ, പുള്ളീൻ്റെ ഒരു റീൽസിൽ പുള്ളി സിൽവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സിൽവർ ആയിരിക്കും സ്റ്റാൻഡേർഡ് എന്നുള്ളത്. അപ്പോൾ സിൽവർ എടുക്കാന്നുള്ള പ്ലാനിലായി. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് എൻ്റെ മനസ്സ് വീണ്ടും മാറി. ഞാൻ ഓറഞ്ചിക്ക് എത്തി. ഏതായാലും ഇച്ചിരി ഷോ എല്ലാം കാണിക്കണം. അപ്പോൾ ഇല്ല, ഇത് യൂസ് ചെയ്താലും പെട്ടെന്ന് മനസ്സിലാവില്ല. ഒന്നിങ്ങനെ നോക്കണം. 17 Pro Max ആണോ യൂസ് ചെയ്യണേന്ന്. ഇവിടെ നോക്കൂല കേട്ടോ, നാട്ടിലെ. ഇതും പെട്ടെന്ന് കണ്ടുപിടിക്കില്ല. ഇത് കണ്ടുപിടിക്കും. ഇത് വേറൊരു ഫോണിനും ഇല്ലാത്തൊരു കളറാ, ഓറഞ്ച് കളറാ. അപ്പോൾ ഞാൻ 17 Pro Max യൂസ് ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാവും. വെറുതെ ഷോ ഒന്നല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എടുക്കണം. ഇത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചിട്ടില്ല. എങ്ങനെ അൺബോക്സ് ചെയ്യൂ? വെറൈറ്റി അല്ല, വെറൈറ്റി പലതരം കണ്ടില്ല. ഇപ്പം പിന്നെ കാർത്തിക് സൂര്യ ഉണ്ടല്ലോ, മറ്റേ എന്താ എന്തിലും റോക്കറ്റിൽ വന്നിട്ടാ എന്തിലും വന്നിട്ട് അൺബോക്സ് ചെയ്തിരിക്കുന്നത്. വെള്ളത്തിൽ അൺബോക്സ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ? എന്തെങ്കിലും മുങ്ങിയിട്ട് പൊട്ടിക്കണോ? അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഫോണുമ്പോൾ പിടിക്കണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. നോക്കട്ടെ. പിന്നെ ഇതൊന്നല്ല സർപ്രൈസ്. നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഇവനെ. പക്ഷേ എൻ്റെ മെയിൻ ചാനലായ യാസിൻ ബ്ലോഗ്സ് കാണുന്നവർക്കൊക്കെ ഇവനെ അറിയാം. ഇവനായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇങ്ങോട്ട് പറയാം, അൽ സജാദ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് വളർന്ന ആളാണ്. ഇത് ഷോപ്പേരെ സ്ഥിരം ഡയലോഗാണ്. ഇവനെ ഒരു 17 Pro Max എടുക്കണം എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞ് അത് മൂപ്പര് കേട്ട് എന്നിട്ട് പറഞ്ഞ് അനക്ക് അപ്പം ഇത് സജാദ്. പിന്നെ എൻ്റെ പുരേൻ്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചാണ്. ഇപ്പം ദുബായിൽ പിന്നെ ഷിങ്കുവിൻ്റെ വാപ്പാൻ്റെ ഒക്കെ അടുത്തായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്? യെസ്, ഷിങ്കുവിൻ്റെ വാപ്പാൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ സുഖമായിട്ട് ഇങ്ങനെ പോണു. ദാറ്റ്സ് ഇറ്റ്. ഇവരെ കണ്ടത് എവിടെ നിന്നറിയോ? ഇവൻ എന്നെ കാണാൻ വേണ്ടിയിട്ട് മെട്രോ ഒക്കെ കയറി വരിക. അപ്പോൾ എനിക്കും അളിയന് മൂത്രയിക്കണം. ഞങ്ങൾ മൂത്രയിക്കാൻ വേണ്ടിയിട്ട് പള്ളീൻ്റെ മൂത്രപ്പുര കയറിയിട്ട് നോക്കുമ്പോണ്ട് ഇവനെ അവിടെ മൂത്രയിക്കാൻ കയറിയിരിക്കണ്. അപ്പോൾ അങ്ങനെയാണ് കണ്ടത്. പിന്നെ നസീം, കനി, അക്കു ഇവർ 3 ആളും ഇവിടുന്ന് ഒരു 700 മീറ്റർ മാറിയിട്ടാണ് താമസം. അപ്പോൾ ഓരും വരും. അപ്പോൾ ഓരൊക്കെ വന്നിട്ട് ഫോൺ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ അനിയന് ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വേണമെന്ന് ഓൻ പറയുന്നുണ്ട്.
അപ്പം അതും ചിലപ്പോൾ എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഫോൺ എടുക്കണം. അപ്പോൾ ഇത് ഇനി അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചിലപ്പോൾ ഇന്ന് അൺബോക്സ് ചെയ്യും, എൻ്റെ ഒരു മൂഡ് പോലെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ വെറൈറ്റി ആയിട്ട് അൺബോക്സ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നോക്കട്ടെ, ഇത് ഇന്നിപ്പോൾ അൺബോക്സ് ചെയ്തിട്ട് എന്നിട്ട് പോലീസ് കൊണ്ടുപോകാൻ അല്ല, ഇത് അൺബോക്സ് ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കോ? നിങ്ങൾക്ക് റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ടാവും. അത് 7 days വരെ റീപ്ലേസ്മെന്റ് ഉണ്ട്. പിന്നെ ഇന്റർനാഷണൽ വാറന്റിയാണ്, ആപ്പിൾ വാറന്റിയാണ്. അപ്പോൾ ആപ്പിൾ സ്റ്റോറിൽ പോയാൽ എവിടെയും പോകാം. ഏത് ലോകത്തിലുള്ള ഏത് ആപ്പിൾ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആപ്പിൾ സ്റ്റോറിന് ഇത്ര വില കുറച്ച് കിട്ടൂല കേട്ടോ നമുക്ക്. ഇവിടെ വന്നാലാണ് വില കുറച്ച് ഫോൺ കിട്ടും. അത് കുറച്ച് സൗണ്ടിൽ പറയണം അല്ലേ. ആപ്പിൾ സ്റ്റോറിൽ ഇത്ര വില കുറച്ച് കിട്ടില്ല. ഇത് ഫുള്ള് പ്രൊമോഷനായി. പിന്നെ ഇനി നമ്മളിതാ ഫോൺ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇതാ കറാമയിൽ ലുലുവിൻ്റെ ഒക്കെ അടുത്താണുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിട്ട് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തന്നിട്ടില്ലല്ലോ. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞുതരാം. അൺബോക്സ് ചെയ്തിട്ടില്ല. ഇതാ ഫോൺ ഇതാ ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്, അൺബോക്സ് ചെയ്യാണ്ട്. അപ്പോൾ അൺബോക്സ് എന്താ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാഞ്ഞ മുദ്ദയിൽ ഞാൻ ചിന്തിച്ച് ചെയ്തതാണ് ഇത്. ഒരു വെറൈറ്റി ആയിട്ട് അൺബോക്സ് ചെയ്യാന്നുള്ളത് നടന്നിട്ടില്ലേ. നാളെ സിമ്പിളായിട്ട് അൺബോക്സ് ചെയ്യും. കാരണം ഇനി എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഫോൺ യൂസ് ചെയ്യണം. സിം ഇടാൻ പറ്റില്ല. ദുബായ് ഫോണിൻ്റെ ഒക്കെ പ്രശ്നം അതാണ്. അപ്പോൾ നാട്ടിൽ പോയിട്ട് ഈ സിം ആക്കണം, എന്നാലേ വർക്ക് ചെയ്യുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ഞങ്ങളിനി നല്ലൊരു മന്തി കഴിക്കാൻ വേണ്ടി പുറത്ത് പോവുകയാണ്. സ്പൈസി. അവിടെ എൻ്റെ കൂട്ടുകാരൻ വർക്ക് ചെയ്യുന്നുണ്ട്, അനീസ്. ഞാനും സജാദും അനീസൊക്കെ ഒരുമിച്ച് പഠിച്ചാണ്. അപ്പോൾ ഓൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ലെറ്റ്സ് ഗോ ദേർ. അല്ലെ എങ്ങനെയുണ്ട് ഫോൺ? തുറന്നിട്ടില്ല, പുറത്തുനിന്ന് കാണാൻ രസമുണ്ടെന്നല്ലേ. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മൾ ഫോൺ വാങ്ങി വന്നപ്പോൾ വേറെ കുറച്ച് ഐറ്റംസ് വാങ്ങി. ഫോൺ എല്ലാവരെയും കാണിച്ച് നെറ്റിക്കാൻ പോകാം. എല്ലാവർക്കും അറിയാം. നമ്മളറിയാത്ത കുറച്ച് പേര് ഇവിടെ. സർപ്രൈസ്. നിങ്ങളോ നെട്ടരുത്. നെറ്റലില്ലല്ലോ നമ്മളല്ലെങ്കിലും. ചാച്ചന് എന്റെ വക ഞാൻ മേടിച്ചതാണ്. അടിപൊളി, സൂപ്പറാണ് കേട്ടത്. അടിപൊളി അടിപൊളി സൂപ്പർ. കൊള്ളാമോ? ഏത് കളറ്? ഇത് ഓറഞ്ച്. ചേഞ്ച് ചെയ്ത് പിടിക്കരുന്നില്ലേ? അത് ഞങ്ങൾ സ്റ്റോറി പറഞ്ഞത്. ഇതൊരു ഞങ്ങൾ BJP ചേർന്ന്. ഇതിന്റെ പേരെന്താ? ഡൈനാമിക് ഓറഞ്ച് അല്ല, എന്താ? ഒരു ഓറഞ്ച്. ഒരു ഓറഞ്ച് കളർ. അല്ല, പക്ഷെ നോർമലി 17 Pro എന്ന് പറഞ്ഞാല് ഓറഞ്ചിനാണ് കൂടുതൽ ഇത് കൊടുത്തിരിക്കുന്നത്. പുതിയ കളർ. വെരി ഗുഡ് വെരി ഗുഡ്. ബാക്കിയുള്ള ഫോണൊക്കെ എന്ത് ഇത് സാധാരണ വേറെ കളറാണ്. നേവി ബ്ലൂ, ഗോൾഡ്, ഇതൊക്കെ. എന്റെ പൂക്കിമോള് കിട്ടി വരും. പൂക്കിമോൾ എന്റെ ഭാര്യയുടെ ഭാര്യ ഭർത്താവ് ഫോൺ എടുത്ത് വന്നിട്ടൊന്നും മൈൻഡില്ല കൈസ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവക്കൊരു ഫോൺ വേണമെന്നൊക്കെയാണ് പറയുന്നത്. ഇതെന്റെ ഫേവറേറ്റ് സാധനമായിരുന്നു. പണ്ട് ഉപ്പച്ചി ഗൾഫിൽ നിന്ന് വരുമ്പോ മൊബൈൽ മേടിച്ചിരിക്കും. ഇതന്നെയാണ് ഞാനും പറഞ്ഞത്. കളറ് ഞാൻ ബ്ലൂ. ബ്ലൂം. ബ്ലൂ ഇഷ്ടമാണ്, റോസ് ഇഷ്ടമാണ്. അതിപ്പില്ല. ഞാന് ഷിനുവിനേക്ക് പോയിട്ട് എടുത്തതാണ്.
12 Pro Max ബ്ലൂ. ഇതിനും ഡാർക്കാണ് ഇപ്പത്തെ ബ്ലൂ അല്ലേ? ഇതാണ് ഞാൻ അന്ന് ഷില്ലിനായിട്ട് പോയിരുന്നത്. എന്റെ മാഷാഅല്ലാ, മാഷാഅല്ലാ, അടിപൊളി. അല്ല നാത്തൂന് എടുക്കുകയാണ് ഏത് കളർ എടുക്കും? ഞാനും ഓറഞ്ച് എടുക്കുള്ളൂ. ആറഞ്ച് എടുക്കുള്ളൂ. കണ്ട ഞാനും നാത്തൂനൊക്കെ ഒരേ പിച്ചാണ്. ആപ്പിള് ഓറഞ്ച് അല്ല മൊത്തത്തിൽ ഓറഞ്ചിനോട് യെല്ലോനോടൊക്കെ വിരോധമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അല്ല, എനിക്ക് ഡ്രസ് യെല്ലോ ഓറഞ്ച് ഒന്നും ഇഷ്ടമുള്ളതല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ ബ്ലാക്ക് ബ്ലൂ. അതാണ് നമ്മുടെ ഫേവറേറ്റ്. പക്ഷെ ഇഷ്ടം തന്നെയാണ്. ഇതെന്തറിയോ ഐഫോണിന്റെ കറക്റ്റ് 17 Pro എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആണ്. ഇതിപ്പോ ഇങ്ങനെ പിടിച്ചാണ്ടല്ലോ. അപ്പൊ എല്ലാരും നോക്കൂ ഏതാണെന്ന്. ഇവിടെ ഈ ഫോൺ യൂസ് ചെയ്യുന്നതിന് എന്നും കച്ചറ. എവിടെ ഫോൺ അതിനുണ്ട് പറയും കളറ് അല്ലല്ലോ നേരത്തെ അടിപൊളി അടിപൊളി. ഇത് ഞങ്ങൾ വെറൈറ്റി ആയിട്ട് അൺബോക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. പിടിച്ചോ ഈ പൂക്കി മക്കൾക്ക് ഇതില്ല. ശംഖു മേടിക്കാൻ ഏത് കളർ മേടിക്കും? പിങ്ക് പിങ്ക്. കളറേ ഇല്ല. ബ്ലൂ ഉണ്ട്, സിൽവർ ഉണ്ട്, ഇതുണ്ട് ബ്ലൂ ബ്ലൂ. ആ അപ്പൊ ഞാനും അളിയനാണെങ്കിലോ ബ്ലൂ ബ്ലൂ. സോറി ഗൈസ്. ഇല്ല പിങ്ക് അതല്ല മഷാല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ ഒരു അനൗൺസ്മെന്റും ഇന്ന് രാത്രി ബിജെപി വാങ്ങിയതിന്റെ പേരിൽ യാസിൻ ബ്ലോഗ്സ് എന്ന് വേണേ കേൾക്കാം. വയറ് നമ്മുടേതാണ്. അതെ, വയറിനാണ് ഇമ്പോർട്ടൻസ്, ഫുഡിനല്ല. കൊറേ ആയി നിങ്ങൾക്ക് കാണിക്കണത്. അതൊക്കെ ഒരു ഭാഗ്യാണ്, ഒരു പ്രത്യേക ഒരു ഭാഗ്യാണ് ഇങ്ങനെ വരുന്നത്. പ്രത്യേക ഭാഗ്യം, അതല്ല ഒരു പ്രത്യേക സ്വഭാവം. അതെന്താ കാരണം എന്താ അറിയോ? ഒരുപാട് ആൾക്കാരുടെ കയ്യില് പൈസ ഉണ്ട്. പിടിച്ചോ പിടിച്ചോ. ഒരുപാട് ആൾക്കാരുടെ കയ്യില് പൈസ ഉണ്ട്, മൊബൈൽ മേടിക്കാൻ പറ്റില്ല. പല രീതിയിലും ചിലപ്പോൾ ടൈം ഇല്ലാതൊന്നുമില്ല. ഇതൊക്കെ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയല്ലേ, സ്പെഷ്യൽ ഭാഗ്യല്ലേ? രണ്ട് ജ്യൂസ് ഫ്രീ. അല്ല രണ്ട് കോഴി ഫ്രീ. അടിപൊളി മാഷാഅല്ലാ. അപ്പൊ നിങ്ങൾ പോയിട്ട് വരി, എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ബാക്കി എടുക്കാം. ഇത് നോക്ക്, ഇത് നൂഡിൽസ്. കൊറേ ആയി നിങ്ങള്. ഇച്ചിരി വലുതായി പോയി. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പം ഷാർജയിലുള്ള അൽ മജാസിൽ വന്നിരിക്കുകയാണ്. ഇതാണ് കേട്ടോ പള്ളി, മജാസ് പള്ളി. രണ്ട് പൂക്കികള് രസല്ലേ? ഇവിടെ രാത്രി 8 മണിക്ക് ഒരു ലൈറ്റ് ഷോ ഉണ്ട്. അപ്പം നമ്മൾ വേഗം നടന്നാലേ അവിടെ എത്തുള്ളൂ. ഞാൻ ബിഫോർ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങളും ഉണ്ട്. ഓക്കെ. ഓക്കെ, അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. ലൈറ്റ് ഷോ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തുടങ്ങും. അതിന്റെ മുന്നേ ഉള്ള ഒരു കാഴ്ചയാണ് കേട്ടത്. ഇവിടുത്തെ നല്ല ഇങ്ങനെ കാണാം. നല്ല ഷാർജയിൽ ഇങ്ങനത്തെ നമുക്ക് പൊതുവേ കാണാൻ ചാൻസ് ഇല്ല. ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഇങ്ങനെ ഹൈ ബിൽഡിംഗ് ഒക്കെ നമുക്കൊരു കാണാൻ കിട്ടുള്ളൂ. എന്തായാലും തിരക്കൊക്കെ ഇങ്ങനെ കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ ലൈറ്റ് ഷോ ഇവിടെയാണ് നടക്കുക, അതിൻ്റെയാണിത്. അപ്പോൾ നമ്മളിവിടെ തന്നെ സ്ഥലം പിടിച്ചിരിക്കുന്നത്. കുഞ്ഞി ലൈറ്റ് ഷോ തുടങ്ങാൻ കേട്ടോ. ഇതെന്താണ്? ഓ ബോട്ടിയാണിത്. ഇതാട്ടോ ലൈറ്റിൻ്റെ പരിപാടി തുടങ്ങാൻ നിൽക്കുകയാണ്. കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനാണ് ശിങ്കു. അപ്പം തുടങ്ങണ്ട കേട്ടാ. സോ ഗൈസ് തുടങ്ങിയിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടാ. നമ്മൾ ഉദ്ദേശിച്ചതിനായിട്ട് ഭംഗിയുണ്ട്.
ഇങ്ങോട്ട് വെള്ളം തിരക്കിട്ടാ. ചെണ്ട പൊട്ടുന്ന സൗണ്ടൊക്കെ ആയിട്ട്. Guys, 3D ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നല്ല രസമുണ്ട്. ഖുറാനാണത്. 3D. വാ സെറ്റപ്പ് ഡിസൈൻസ് പൊള്ളി കേട്ടോ ഗൈസ്. അത് പൊളിച്ചിട്ടാ. അത് നല്ല രസമുണ്ട് കാണാൻ. അവിടെ അടുത്ത ഡിസൈൻ വരും. ലൈറ്റ് ഷോ കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഫുഡ് അടിക്കാൻ വേണ്ടി അൽബേക്കിൽ കയറിയ എമ്മാതിരി തിരക്കറിയാം. ഓർഡർ കണ്ടമാനുണ്ട്. നമ്മൾ ഓർഡർ D677. സോ ഗൈസ്, മന്തി വാങ്ങിയ ചിലവ് നമ്മൾ പാഴ്സലാക്കിട്ടോ വീട്ടിൽ കൊണ്ടുപോവുക. എന്ത് തുറക്ക് മൂടി ഉറക്ക്. മന്തി ഇല്ല, ഞാൻ സൗദിന്ന് വരും. ഇത് സ്പൈസി, ഇത് മട്ടൻ. ഇതാണ് സ്പൈസി. പഠിച്ചോനറിയാം ഇതിന്റെ ഒക്കെ പേര്. 6 ഐറ്റം ഉണ്ട്. പൊളി. പിന്നെതാ ആടിന് കൊടുക്കാനുള്ള ചപ്പ്, മയണൈസ്, അത് ഇതൊക്കെ. മയണൈസ് ഇവിടെ മേടിച്ചു പോയി, പൈസ കൊടുത്ത് വാങ്ങിയാണേ. കാണാൻ രസമുണ്ടല്ലേ. ചൂടാറൊന്നുമില്ല, ഓൾറെഡി ചൂടാറിയതാ. അപ്പൊ അളിയൻ പറഞ്ഞു ഓരോന്നിന്റെ ടേസ്റ്റും പറയും. ഏതാ? മട്ടൻ. ഇതോ? അത് ഏതാണ്? ചിക്കൻ കാന്താരി. അത് അടിപൊളിയാണ്. പിന്നെ ഇത് പെരി പെരി, അടിപൊളി, പറയാൻ വേർഡ്സ് ഇല്ല. ഓക്കെ, മോശമൊന്നുമില്ല. അപ്പോ ഇത് നോക്കിയ ഇത് മറ്റേതാണ്, ഇതാണ് BBQ. അതൊക്കെ പ്ലേറ്റർ കോംബോ. പിന്നെ അതേത് ഷിനു? മട്ടൻ. അതിന്റെ അഭിപ്രായം ഷിനു പറയും. ഇതോ? നാടൻ ചിക്കൻ, ഇത് ഒറിജിനൽ മന്തി, മട്ടൻ. ഈ മട്ടൻ ചിക്കൻ. ഓക്കെ, ബാക്കിയെല്ലാം അടിപൊളിയാണ്. എന്നാ വാ തുടങ്ങാം. സോ ഗൈസ്, ടൈം ടു എൻഡ് ദ വീഡിയോ. ഫോൺ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. നമ്മൾ അൺബോക്സ് നാളെ ചെയ്യുന്നതായിരിക്കും. അതൊരു വെറൈറ്റി രീതിയിൽ മനസ്സിലൊക്കെ വിചാരിച്ചേക്കണേ. അതിന് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. സോ രാത്രി ഇപ്പോൾ 3 മണിയായി. ഇനി ഉറങ്ങിയില്ലെങ്കിൽ സിനിമ കൊണ്ട് ഗുഡ് നൈറ്റ്.